വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. മുട്ടുവിറക്കാതെ ഇറാൻ അമേരിക്കയെ കണ്ണീരിട്ടാൻ നോക്കുന്നു. എല്ലാ ചെറിയ രാജ്യങ്ങൾക്ക് നേരെയും അമേരിക്ക തേറ്റപ്പല്ലുകൾ കാട്ടുമ്പോൾ ഇറാൻ തിരിച്ച് അമേരിക്കയ്ക്ക് നേരെ കണ്ണുരുട്ടി കാണിക്കുകയാണ് ഇപ്പോൾ. അമേരിക്ക ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയെ വിളിച്ചു വരുത്തി അപമാനിച്ചതിന് ശേഷമാണ് ഇറാനുമായി ആണവവിഷയത്തിൽ ചർച്ചയാവാമെന്ന് കാണിച്ച് ഇറാന് കത്തയച്ചത്. ആ കത്ത് കിട്ടിയപ്പോൾ തന്നെ ഇറാൻ അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞിരുന്നു. അതിനിടയിലാണ് അമേരിക്ക ഹൂത്തികളെ ആക്രമിക്കുന്നതിനിടയിൽ ഇറാനെ ഭീഷണിപ്പെടുത്തിയത്. ഹൂത്തികൾക്കുള്ള സഹായം ഇറാൻ വീണ്ടും ആവർത്തിക്കുന്ന പക്ഷം ഇറാനെ ലക്ഷ്യം വെക്കാൻ അമേരിക്ക മടിക്കില്ലെന്നായിരുന്നു ഭീഷണി. എന്നാൽ ഇപ്പോഴിതാ അന്ന് നൽകിയ കത്തിന് ഇറാൻ അമേരിക്കയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നു. ഇറാൻ ഒമാൻ മുഖേനയാണ് അമേരിക്കയ്ക്ക് മറുപടി നൽകിയത്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പെസസ്കിയാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ഒരു കാരണവശാലും ഇറാനെ ഒരു ന്യൂക്ലിയർ ശക്തിയായി പരിണമിക്കാൻ അനുവദിക്കില്ല എന്നതായിരുന്നു അത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇറാനുമായി ഒരു ചർച്ച ചെയ്യാൻ തയ്യാറെടുത്തിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലൊരു ഡീലിന് ഇറാൻ ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിന് മറ്റു മാർഗങ്ങളുണ്ട്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായിരിക്കും എന്നതായിരുന്നു ഭീഷണി. അതിന് മറുപടിയായി ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞത് ഇറാന്റെ പരമാധികാരത്തിന്റെ മേൽ അമേരിക്ക കൈവച്ചാൽ അത് ഗൺ പൗഡർ ഡിപ്പോയിൽ തീപിടിച്ച പോലെയായിരിക്കും എന്നാണ്. അത് ചുറ്റുപാടുകളിലുള്ള മുഴുവതിനെയും ചുട്ടുചാമ്പലാക്കുമെന്നായിരുന്നു. അതിനർത്ഥം മേഖലയിലെ അമേരിക്കൻ മിലിറ്ററി ബേസുകളും അമേരിക്കൻ സഖ്യരാജ്യങ്ങളും സുരക്ഷിതരായിരിക്കില്ല എന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ ഇറാൻ അമേരിക്കയോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഭീഷണി കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ നേടാമെന്ന് കരുതരുത് എന്നാണ്. നിങ്ങൾ കത്തിൽ പ്രതിപാദിച്ച എല്ലാ പദ്ധതികളും ഞങ്ങൾ തള്ളിക്കളയുന്നു. മുമ്പ് 2018 ഏകപക്ഷീയമായാണ് ട്രംപ് ഇറാൻ ന്യൂക്ലിയർ പദ്ധതിയിൽ നിന്നും പിന്മാറിയത്. അതിനാൽ നേരിട്ട് ഇനി ഒരു ചർച്ചയില്ല. ആദ്യം പരസ്പര വിശ്വാസം ഊട്ടിയുറപ്പിക്കണം. ഞങ്ങൾ വമ്പന്മാരാണെന്ന നിലയിൽ അമേരിക്ക ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനങ്ങൾ ഇനി സ്വീകാര്യമല്ല. രണ്ട് പരമാധികാര രാജ്യങ്ങളിൽ എന്ന നിലക്ക് പരസ്പര ബഹുമാനവും പരസ്പര ധാരണയും ഉൾക്കൊള്ളുന്ന ചർച്ചകൾ മാത്രമേ ഇനി സാധ്യമാവൂ എന്ന് ഇറാൻ അമേരിക്കയോട് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഇനിയും ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കണമെങ്കിൽ അത് JCPOA അഥവാ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ഉടമ്പടിയിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നാണ്. 2015 ഉടമ്പടിയിൽ ഒപ്പുവെച്ച അമേരിക്ക 2018 ട്രംപ് ഏകപക്ഷീയമായി ഉടമ്പടിയിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഇറാന്റെ യുക്തി ഇറാൻ നിലവിൽ തങ്ങൾക്ക് ആവശ്യമായ ന്യൂക്ലിയർ പവർ തൽക്കാലം സ്വായത്തമാക്കിയിട്ടുണ്ട് എന്നതാണ്. ഇനി ഉടമ്പടി പ്രകാരം അവർക്കുമേലുള്ള ഉപരോധങ്ങൾ എടുത്തു മാറ്റാൻ കഴിഞ്ഞാൽ കൂടുതൽ കരുത്ത് ആർജിക്കാൻ കഴിയും എന്ന ചിന്തയിലാണ് ഇറാൻ തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇറാൻ അമേരിക്കയോട് പറയുന്നത് നിങ്ങളുടെ പരിധിയിലേക്ക് വരുന്നതിന് വേണ്ടി ഭീഷണികൾ നിങ്ങൾ ഇങ്ങോട്ട് എടുക്കേണ്ടതില്ല. നിങ്ങൾ സൈനികാക്രമണങ്ങൾ നടത്തും എന്ന് പറഞ്ഞാലോ കൂടുതൽ ഉപരോധങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാലും അത് ഞങ്ങൾ മുഖവിലക്കെടുക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പരമാധികാരമുണ്ട്. അതിന് വിധേയമായിട്ടായിരിക്കും ഞങ്ങളുടെ പ്രവർത്തനം. തങ്ങളുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി തകർക്കാനോ തടയാനോ തങ്ങളുടെ മിസൈൽ ഡ്രോൺ സാങ്കേതിക വിദ്യക്ക് നേരെ ഉപരോധം കൊണ്ടുവരാനോ ശ്രമിക്കേണ്ടതില്ല. ഞങ്ങളുടെ ആയുധശേഷി കുറയ്ക്കണമെന്നോ പറയേണ്ടതില്ല. അതെല്ലാം ഞങ്ങളുടെ സ്വയം സംരക്ഷണത്തിനും ഞങ്ങളുടെ മേഖലയുടെ സംരക്ഷണത്തിനുമുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം നീക്കുപോക്കുകൾക്കൊന്നും ഞങ്ങൾ തയ്യാറല്ല. മാത്രമല്ല, ഇറാന്റെ പ്രോക്സികളുമായ അനിഷേധ്യമായ ബന്ധമുണ്ട്. ആ ബന്ധങ്ങൾക്ക് വിഘാതമാകുന്ന ഒന്നും ഇങ്ങോട്ട് പറയേണ്ടതില്ല. ഇറാന് സിറിയ, ലബനൻ, യമൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ മിലിറ്റന്റ് ഗ്രൂപ്പുകളുണ്ട്. അവയുടെ നിലനിൽപ്പ് ഇറാനെ ആശ്രയിച്ചാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പിനും സാധ്യമല്ല എന്നാണ് ഇറാന്റെ ഭാഷ്യം. മാത്രമല്ല, ഇറാൻ അളവറ്റ മിസൈൽ ശേഖരവും മിസൈൽ പദ്ധതികളുമുണ്ട്. അതിനെയൊന്നും നിയന്ത്രിക്കാൻ അമേരിക്ക നോക്കരുതെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ചുരുക്കത്തിൽ ഇറാന്റെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുമെങ്കിൽ മാത്രമേ അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് സ്കോപ്പുള്ളൂ എന്നർത്ഥം. അഥവാ ഇനി ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ നേരെ ആക്രമണത്തിന് വന്നാൽ ഞങ്ങൾ മേഖലയിലെ മുഴുവൻ അമേരിക്കൻ ബ്രിട്ടീഷ് മിലിറ്ററി സ്പേസുകളെയും നാവിക വ്യൂഹങ്ങളെയും നിശേഷം തകർത്തുകളയും എന്നാണ് ഇറാന്റെ ഭീഷണി. അതിലുപരി ഇസ്രായേലും തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒഴിവാകില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇറാന്റെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 നിലവിൽ ഇസ്രായേലിനെ ഊഴം കാത്തു നിൽക്കുകയാണ്. ഇസ്രായേൽ ഇറാൻ അവസാനമായി ആക്രമിച്ചതിനു ശേഷം ഇറാൻ തിരിച്ചാക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ തിരിച്ചടി ഇതുവരെ നടന്നിട്ടില്ല.
അവസരം അനുയോജ്യമായാൽ ഏത് നിമിഷവും അതുണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ ഏതു നിമിഷവും പശ്ചിമേഷ്യ ഒരു തീഗോളമായി മാറുമെന്ന് നമുക്ക് കാണാം, പ്രത്യേകിച്ച് വീണ്ടും വിചാരമില്ലാത്ത ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ.